വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നുണ്ടല്ലോ ഒരു ചെറിയ വെറൈറ്റി വീഡിയോ ആണ് കേട്ടോ. പ്രത്യേകിച്ചൊന്നല്ല, കുറച്ച് ബുക്സ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഈ അടുത്തായിട്ട് ബുക്ക് വായന ഞാൻ തുടങ്ങിയിട്ടുണ്ട്. ബുക്ക് എന്ന് കേട്ടാൽ ഉറക്കം വരണം ഞാനായിരുന്നു. അത് വായിച്ചു തുടങ്ങി. അതെന്താണെന്ന് ഞാൻ പിന്നെ പറയാം. നമ്മളിപ്പോൾ അരുൺ ചേട്ടനില്ലേ, അവരുടെ റൂമിൽ പോയിട്ട് പുള്ളിക്കാരൻ പിണങ്ങിയിരിക്കുവാണ്. ഞാൻ കുറച്ച് നേരം വൈകി റെഡി ആവാനായിട്ട്. അപ്പോൾ അത് കാരണം ഇവരും കൂട്ടി വേണം നമുക്ക് പോകാനായിട്ട്. അവർക്ക് എന്തൊക്കെയോ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലുള്ള വൃത്തിയായിട്ട ശബ്ദം എൻ്റെ തന്നെയാണ് കേട്ടോ. ഞാൻ അങ്ങനെ പല രീതിയാണ്. പിന്നെ നമ്മുടെ ആൾക്കാരെ കാണുമ്പോൾ തനി കച്ചറയാവും, അങ്ങനെയൊക്കെയുണ്ട്. പിന്നെ അരുൺ ചേട്ടൻ കുറേ വിളിച്ചിട്ടൊന്നും വരണ്ട. അതിൽ അവസാനം എങ്ങനെയെങ്ങാണ്ടൊക്കെ ഞാൻ ഇറക്കി. അങ്ങനെ നട്ട ഉച്ചയ്ക്ക് ബുക്ക് വാങ്ങിക്കാൻ പോകുന്ന ആൾക്കാരാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യു എയിൽ ഇപ്പോഴത്തെ ഈ ക്ലൈമറ്റിൽ എൻ്റെ പൊന്നെ നമ്മൾ കരിഞ്ഞു പോണ അവസ്ഥയാണ്. എന്നാലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ നമ്മൾ മാറ്റിക്കാൻ പാടില്ലല്ലോ. അങ്ങനെ നമ്മൾ കാർ പാർക്കിൻ്റെ അടുത്ത് കാർ എടുത്തേ പോവാണ്. ബുക്ക് വായന സമയമില്ല, ബുക്ക് വായിക്കാനുള്ള സമയമില്ല എന്നാണ് സമിതിച്ച് പറയുന്നത്. പക്ഷേ നമ്മൾ സമയം ഉണ്ടാക്കിയെങ്കിലും വായിക്കണമല്ലോ. വായനാശീലം ഒട്ടുമില്ലാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ ഉണ്ടല്ലോ, ഞാൻ ഒരിടനെ ഈ റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറഞ്ഞൊരു ബുക്ക് വായിക്കാനിടയായി. സംഭവം അതെൻ്റെ ഹസ്ബൻഡ് ഏതൊരു ഫ്രണ്ടിൻ്റെ ബുക്കായിരുന്നു. അത് റൂമിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഞാനിങ്ങനെ കണ്ടപ്പോൾ ജസ്റ്റ് വായിച്ചതാണ്. നമ്മുടെ അഖിൽ പി ധർമ്മജിൻ്റെ ബുക്കാണ് കേട്ടോ. അത് വായിച്ചപ്പോൾ ഉണ്ടല്ലോ, ഞാൻ പിന്നെ കുറേ നാൾ അതിൻ്റെ ഉള്ളിലായിരുന്നു. എനിക്കെന്തോ അതിൻ്റെ ഉള്ളിൽ ശരിക്കും തട്ടെ. മിക്കവർക്കും ഇഷ്ടമുള്ളൊരു ബുക്ക് തന്നെയാണ്. അത് വായിച്ച ശേഷം എനിക്ക് ബുക്ക് ഭ്രാന്ത് അങ്ങോട്ട് കിട്ടി. പിന്നെ അദ്ദേഹം എഴുതിയ തന്നെ 3-4 ബുക്ക് ഞാൻ വാങ്ങിച്ചായിരുന്നു കേട്ടോ. പിന്നെ പോരാത്തതിന് എൻ്റെ ചേട്ടനോട് ഞാൻ കുഞ്ഞേട്ടനോട് നാട്ടിൽ ആമസോൺ ഫ്ലിപ്കാർട്ടൊക്കെ ഇല്ലേ, അതിൽ നിന്ന് ഞാൻ കുഞ്ഞേട്ടന് ഓർഡർ ആക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് ബുക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അതും ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നേ. ഇപ്പോൾ നമ്മൾ വന്നേക്കുന്നത് സഫാരി മാളിലാണ്. സഫാരി മാളിൽ ഇതുപോലെ ഒരു ബുക്ക് സ്റ്റാളില്ലേ, എല്ലാം കിട്ടും. അപ്പോൾ അവിടെ വന്നിട്ട് നമ്മൾ ബുക്ക് നോക്കലായിരുന്നു കുറച്ച് നേരം കണ്ടോ. ഇവിടെ അത്യാവശ്യം കുറേ കളക്ഷൻസ് ഉണ്ട്. ഇവിടെ നിന്ന് എടുത്തത് രാത്രി 12 മണിക്ക് ശേഷം എടുത്തായിരുന്നു. പിന്നെ ഓജാ ബോർഡ് എടുത്തായിരുന്നു. പിന്നെ മലയാറ്റൂർ എടുത്തായിരുന്നു. മലയാറ്റൂർ യക്ഷി എന്ന് പറഞ്ഞിട്ട്. എനിക്ക് ഈ ടൈപ്പ് ഓഫ് ബുക്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇങ്ങനത്തെ ബുക്കുകളൊക്കെ വായിക്കുക. പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് കൊടുത്തയച്ച ബുക്കുകൾ ഞാൻ പറ്റുവാണെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. പിന്നെയുണ്ട് 48 ദിർഹംസ് 12 മണിക്ക് ശേഷം. ഇതിനൊക്കെ ഞാൻ പറഞ്ഞില്ലേ 48 ദിർഹംസ് 50 ദിർഹംസ് ആ ഒരു റേഞ്ചിലൊക്കെയാണ് കേട്ടോ ബുക്കൊക്കെ ഉള്ളത്. പിന്നെ നാട്ടിൽ എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും വിലക്കുറവുണ്ടോ എന്തോ. നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ബുക്ക് നമ്മൾ സെലക്ട് ചെയ്ത് എടുത്തു, ബില്ലടിച്ചു. ജാനിക്കുട്ടിക്കും കുറച്ച് ബുക്സൊക്കെ എടുത്തു, വരയ്ക്കാനും പഠിക്കാനൊക്കെ ആയിട്ട്. പിന്നെ ഞാൻ തന്നെ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ച് നിന്നിട്ട് ഞാൻ തന്നെയാണോ ഈ ബുക്ക് വായിക്കണേ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ബുക്ക് വായന എന്നൊക്കെ പറഞ്ഞാൽ എന്നെ അപേക്ഷിച്ച് വലിയ കാര്യമാണ്. പക്ഷെ ആ ബുക്ക് നമ്മുടെ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് എഴുതിയേക്കണം. അപ്പം പിന്നെ നമ്മൾ കടുകട്ടി വാക്കില്ലാണ്ട് സാധാരണ മനസ്സിലാവുന്ന വാക്കുകളൊക്കെ ആയതുകൊണ്ട് നമുക്ക് ദഹിക്കും. അതുകൊണ്ട് തന്നെ ആളുടെ ബുക്ക് തന്നെയാണ് ഞാൻ കൂടുതൽ സെലക്ട് ചെയ്യുന്നത്. മാധവക്കുട്ടിയുടെ നല്ലതാണെന്നല്ലേ പറയണത്. പിന്നുണ്ടല്ലോ, ഞാൻ ഇപ്പോഴത്തെ ബുക്കിൽ ഇതുപോലത്തെ ടൈപ്പ് ബുക്കുകൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും എനിക്ക് സജസ്റ്റ് ചെയ്യണം. കാരണം എനിക്ക് വായിക്കാമല്ലോ, എന്താ പറയുക, ബുക്കൊക്കെ വാങ്ങിച്ചിട്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് അരുൺ ചേട്ടനും ഫാമിലിക്ക് കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ വാങ്ങിക്കേണ്ടായിരുന്നു. അത് വാങ്ങിച്ചു. പിന്നെ ജാനിക്കുട്ടിക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെ തന്നെ അപ്പുറത്ത് എന്താ പറയുക ഒരു ഷോപ്പിൽ നിന്ന് കുറച്ച് ഡ്രസ്സൊക്കെ അവൾക്ക് വാങ്ങിച്ചായിരുന്നേ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾക്ക് സാധാരണ വിശപ്പൊക്കെ തുടങ്ങി. അപ്പോൾ പിന്നെ ഒരു ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് സഫാരി മാളിൽ നിന്ന് നമ്മൾ ഒരു ഷോപ്പിൽ നിന്ന് ചായ ഓർഡറാക്കി. അത്യാവശ്യം നല്ല എരിവുള്ള ഒരു കട്ട്ലേറ്റാണ് കേട്ടോ കിട്ടിയത്. പിന്നെ വാങ്ങിച്ചതല്ലേ എന്ന് വിചാരിച്ച് കഴിച്ചു. അങ്ങനെ ഒരു ബുക്ക് വാങ്ങിക്കാൻ പോയ ഒരു എന്താ പറയുക വീഡിയോ വരുന്നത്. വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ച്.
എന്നാൽ പിന്നെ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഞാൻ എപ്പോഴും പറയണ പോലെ വീഡിയോസൊക്കെ കാണാം. കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം. ബൈ.